ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കൂടെ പുറത്ത് പോയതിന് ശേഷം നന്ദു തിരിച്ചു വന്നിട്ടുണ്ട്. തുഷാരക്കുള്ള കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നത്. ആ കാര്യം തുഷാരയോട് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നടി എന്ന് പറയുമ്പോൾ എന്നും ഇവിടുത്തെ ഈ ഹോസ്റ്റലിലെ ഫുഡല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് നല്ല ഫുഡ് വാങ്ങിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് തുഷാര പറയാണ്. അത് കഴിഞ്ഞ് ചോദിക്കുക, നീ നിൻ്റെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞോ? അന്നേരം നന്ദു പറയുന്നുണ്ട്, പറഞ്ഞു. അതിനൊരു പരിഹാരം കാണാമെന്ന് ആദർശേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനെ പറ്റി? മുത്തശ്ശൻ ആളൊരു പുലിയാണ്. അദ്ദേഹം ജീവിക്കുന്നത് സാധാരണക്കാരെ പോലെ ആണെങ്കിലും അദ്ദേഹം വിചാരിച്ചാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നോട് ധൈര്യമായിട്ട് ഇരുന്നോ, വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് ആദർശേട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, അതേതായാലും നന്നായി. അയാൾ മനഃപൂർവ്വം നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞതല്ലേ നടക്കുന്നത്. അയാൾ നിൻ്റെ മുമ്പിൽ നാണം കെടണം. അയാൾ ഇവിടുന്ന് പുറത്താകണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മുത്തശ്ശൻ എന്നോട് സമാധാനമായിട്ട് ഇരുന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ചേച്ചിയും ചേട്ടനും നല്ല അടിപൊളിയാട്ടോ എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവർ പറയുന്നത് കേട്ടനുസരിച്ച് ഞാൻ അനിയുടെ അടുത്ത് നിന്ന് മാറി നടക്കുന്നത്. എനിക്കൊരു ഏട്ടനില്ല. ആ ഏട്ടൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ആദർശേട്ടനെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്. പക്ഷേ നീ കാണിച്ച വലിയൊരു മണ്ടത്തരമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ സാഹചര്യമാണ് അവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. നിനക്കൊരു ഗോൾഡൻ ചാൻസ് വന്നതാണ് അന്ന്. അത് നീ വേണ്ടെന്ന് വെച്ച് കളഞ്ഞതും നീ നിൻ്റെ ചേച്ചിയുടെ കൂടെ കൂടിയത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ആ പുളിങ്കുപ്പെ കയറി പിടിച്ചേനെ. ഇന്നത്തെ കാലത്ത് നല്ല ചെറുപ്പക്കാരെ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ കിട്ടിയാൽ ഇപ്പോൾ അത് വിട്ട് കളയണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുഷാർ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകും. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാട്ടോ നന്ദു. പിന്നീട് നമ്മുടെ ദേവയാനെയാണ് കാണിക്കുന്നത്. ദേവയാനി ചന്ദമോളുടെ അടുത്തിരുന്ന് മോളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നവിയുടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകരുത്, നവിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് മോൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് നയനയുടെ കൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം. നയനാമേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും. എന്നിട്ട് മോളെ എടുക്കും. എന്നിട്ട് അവരുടെ അടുത്തോട്ട് വരുമ്പോൾ മോള് നോക്കി ഇരിക്കുകയായിരുന്നു എന്ന് ദേവേനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശനോട് ചോദിക്കും, പോയ കാര്യം എന്തായി എന്ന്. അന്നേരം ആദർശ് പറയും, മുത്തശ്ശനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, മുത്തശ്ശൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം, പ്രശ്നമൊന്നും ആകില്ല എന്ന് പറഞ്ഞത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അയാൾ നന്ദുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ എന്നുള്ള ഒരു വാശിയിലാണ്. എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാണ് അയാൾ അവളോട് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനി ചോദിക്കുക, ആഹാ അത് കൊള്ളാലോ, അയാൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നന്ദുവിനെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നയന ആദർശനോട് പറയും, മോൾക്ക് വേണ്ടുന്ന സാധനം അങ്ങ് കൊടുത്തേ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞ് മോൾക്ക് ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും മോൾക്ക്. മുത്തശ്ശിക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ദേവേനി, അയ്യോ എനിക്ക് വേണ്ട, മോള് കഴിച്ചു എന്ന് പറയും. അന്നേരം ഈ സീനൊക്കെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് നവ്യ വന്നത്. നവ്യക്കത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. വന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ ഇവർ, അടുത്തോട്ടൊന്നും വരാതെ. എന്നിട്ട് അന്നേരം ആദർശ് ചോദിക്കും, അതെന്താ നവ്യെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, എന്താ ഇങ്ങോട്ട് വരാത്തേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളുടെ കുഞ്ഞിന് ചോക്ലേറ്റ് കഴിക്കാനായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വരാത്തതെന്ന് പറയുമ്പോൾ അതിന് ഞാൻ ചോക്ലേറ്റ് ചോദിച്ചില്ലല്ലോ അമ്മായി എന്നിങ്ങനെ പറഞ്ഞിട്ട് നീരസത്തോടു കൂടി അങ്ങ് കയറി പോവാണ് കേട്ടോ നവ്യ. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ കുഞ്ഞിനെ നമ്മൾ ആരും പരിഗണിക്കുന്നില്ല എന്ന് ചേച്ചിക്കൊരു പരാതിയുണ്ട്. ഏതായാലും ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് വരാം, മോൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ചന്തുവിനെ അവിടെ ഇരുത്തിയിട്ട് നയന അങ്ങോട്ട് പോവാ. നയനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, മോൾക്കാണെങ്കിൽ കുഞ്ഞിനെ കാണണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അടുത്തോട്ട് ചെല്ലുന്നത് പോലും നവിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആദർശ് മോളോട് പറയുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകണ്ട കേട്ടോ, മോൾക്ക് വർത്താനം പറയാനും കളിക്കാനും ഒക്കെ ഇവിടെ വേറെ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് മോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, മോളുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ. പിന്നെ ഇവിടുന്ന് പോകുന്ന നയന നേരെ നവിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അന്നേരം മോൻ തൊട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. നേരെ ആ കൈയോടെ ഇങ്ങനെ ചക്കര മുത്തേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. നേരെ നവി അങ്ങോട്ട് വരും. അന്നേരം നിന്നോട് ആരാ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ചേച്ചി അങ്ങനെ ചോദിക്കുന്നത്, അവൻ്റെ ഇളയമ്മയല്ലേ ഞാനെന്ന് ചോദിക്കുമ്പോൾ ഇളയമ്മയല്ലേ, അല്ലാതെ അമ്മയൊന്നും അല്ലല്ലോ, നിന്നെ അമ്മയെന്ന് വിളിക്കാൻ ഇവിടെ വേറെ കുട്ടികളില്ലേ, പിന്നെ എന്തിനാ നീ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത്, നീ എൻ്റെ കൊച്ചിനെ എടുക്കണ്ട എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുക. അന്നേരം എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. അന്നേരം ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെലച്ച് വരുന്നത്. അന്നേരം ചെലച്ച് പറയും,
എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ? എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ നോക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? അതിനെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നിങ്ങനെയാണ് നീ ചോദിക്കുമ്പോൾ അന്നേരം നവ്യ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് സുഖമാകും. അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരിങ്ങോട്ട് വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ടതുമില്ല എന്ന് പറയുമ്പോൾ ഇവൾ പറയുന്നത് കേട്ടോ, ഇവളുടെ തലയ്ക്കകത്ത് എന്താ കുഴപ്പമാണ്, ഇവക്കാരോ കൈവശം കൊടുത്തു എന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ? ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നിങ്ങനെ ചിലച്ച് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാനും ചേച്ചി ഈ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ സ്നേഹത്തോടെ കഴിഞ്ഞു പോകുമായിരുന്നു. കുറച്ച് നാളായിട്ട് അത് കണ്ടിട്ട് അമ്മയ്ക്ക് മോനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീണ് കിട്ടിയ ചാൻസ് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുമല്ലേ എന്നെയും ചേച്ചി അകറ്റാൻ വേണ്ടി? അങ്ങനെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചേച്ചീനെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ചെലച്ച പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, നീ അങ്ങനെ തന്നെ കരുതിക്കോ, ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല. ഇതുപോലൊരു തെറ്റിന് കൂട്ടി നിൽക്കാൻ ഏതായാലും ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറയുക. നേരെ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അമ്മയും അബിയും കുറ്റം പറയുന്നത്? ഇവിടെ നടക്കുന്നതൊക്കെ കാണാൻ ഞങ്ങൾക്ക് കണ്ണില്ലേ? നിന്റെ ജീവിതമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, അതെന്താ നിനക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടനല്ലേ തെറ്റ് ചെയ്തത്, അതിൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുകയും വെറുപ്പ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുകയില്ല. നീ പറഞ്ഞല്ലോ അവൾ ഇങ്ങോട്ട് കയറി വന്നാലും ആ കൊച്ചിൻ്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നാലും കുഴപ്പമില്ലെന്ന്. നിനക്ക് കുഴപ്പമില്ല, നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അത് ആദർശിനെ അറിയിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജലജ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആദർശനെ. അന്നേരം നയന പറയും, ഈ പറഞ്ഞതൊക്കെ ഒരു കാലത്ത് തിരിച്ചെടുക്കേണ്ടി വരും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് സൂക്ഷിക്കാനാണ്? ഏതായാലും നിന്റെ ഭർത്താവ് തെറ്റിനകത്ത് കുളിച്ച് നിൽക്കുകയാണ്, അതിനെ കൂട്ടി നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശൻ എങ്ങനെയാണ് ഈ കുടുംബം കൊണ്ടുപോകുന്ന നടക്കുന്നത് അതുപോലെ തന്നെയാണ് ആദർശേട്ടനും കൊണ്ട് നടക്കുന്നത്. ആദർശേട്ടൻ അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആദർശേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുടുംബം തകർന്നു പോയനെ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുക. പോയി കഴിയുമ്പോഴേക്കും നവ്യ ജലജയോട് ചോദിക്കും, കേട്ടോ അവൾ പറഞ്ഞിട്ട് പോയത്, ഇവളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് അവൻ മനസ്സ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ എന്നങ്ങനെ പറയും. അന്നേരം ആകെ വിഷമമായിട്ട് നവിക്കുക. പക്ഷെ ഭയങ്കര സന്തോഷമാണ് ജലജയ്ക്ക്. കാരണം നയനയും നവിയും അങ്ങനെ തെറ്റിയല്ലോ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ആയല്ലോ. ആ ഒരു സന്തോഷമുണ്ട് ജലജയ്ക്ക്. പിന്നെ നമ്മുടെ ട്രെയിനറിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അദ്ദേഹത്തെ മെയിൻ ഉദ്യോഗസ്ഥനാണെങ്കിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ കയ്യിലോട്ട് ഒരു പേപ്പർ എടുത്ത് കൊടുക്കും. അന്നേരം ഇതെന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തനിക്കൊരു ട്രാൻസ്ഫർ ആണ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ അതെന്താ സാർ ഇത്ര പെട്ടെന്ന് ചോദിക്കും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, താൻ എന്താടോ ഇങ്ങനെ, തന്നെപ്പറ്റി കുറച്ച് പരാതികളൊക്കെ മുകളിലോട്ട് പോയിട്ടുണ്ട്, പിന്നെ കുറച്ചൊക്കെ നമ്മൾ CCTV വഴി കണ്ടു തൻ്റെ ലീലാവിലാസങ്ങൾ, അതുകൊണ്ട് ഇങ്ങനൊരു നടപടി വന്നത്. ഇനി താൻ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി താൻ ഇവിടുന്ന് തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലും തന്നെ നിരീക്ഷിക്കാൻ ആളുണ്ടാകും. ഇപ്പം കിട്ടിയ ഈ ശിക്ഷ ചിലപ്പോൾ അത് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ കുഴപ്പക്കാരൊന്നും അല്ല സാറേ എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ആദ്യം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിച്ചു. ഒരൊറ്റ ട്രെയിനേഴ്സ് പോലും തന്നെ പറ്റി നല്ലത് പറഞ്ഞിട്ടില്ല. താൻ മനഃപൂർവ്വം എന്തിനാണ് നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ മെൻ്റലി അങ്ങ് ഫിറ്റ് അല്ല എന്ന് പറയും. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഇടയിലേക്ക് പെൺകുട്ടികൾ ജോലിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ആത്മവിശ്വാസം നമ്മളാണ് പകർന്നു കൊടുക്കേണ്ടത്. അതിനു പകരം തല്ലിക്കെടുത്തുമാണ് താൻ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് വിടുകയാണ്. അയാൾക്ക് ആകെ സങ്കടമായി. ഈ സമയം നമ്മുടെ നന്ദു ആണെങ്കിൽ അവിടെയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ഇങ്ങനെ ഒരു പഞ്ചഗുസ്തിയുടെ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു ഈ കാര്യം നേരത്തെ അറിയും കേട്ടോ. അന്നേരമാണ് അങ്ങേര് അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരത്തേക്കും അയാൾ വന്നു മാറിക്കേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര മര്യാദയോടെ നിൽക്കുമ്പോൾ ആഘോഷിച്ചോ, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, എനിക്കൊരു ട്രാൻസ്ഫർ ആണെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറോ അതെന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ ആ മഹേഷ് അന്നേരം ഇയാൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എന്നെ ഇവിടുന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചിലർ ചരട് വലിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുമ്പോൾ സാർ പോയി കഴിഞ്ഞാൽ പുതിയ ട്രെയിനർ എന്നാ വരുന്നതെന്ന് ചോദിക്കും. അന്നേരം എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി ചരട് വലിച്ചവർക്കറിയായിരിക്കും എന്നാ വരുന്നത് എന്നൊക്കെ, അറിയത്തില്ല, ഏതായാലും ഞാൻ പോകുക എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന പലർക്കും മുഖത്ത് നല്ല തെളിച്ചമുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമെന്ന് പറയും. അന്നേരം നന്ദുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോയി ഇങ്ങനെ
തല കുനിച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ച് അങ്ങേരങ്ങ് പോകുന്നു. അന്നേരത്തേക്ക് നന്ദു പുറകെ ചെല്ലും. എന്നിട്ട് പറയാണ്, സാറേ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് സാറിന് ഇപ്പം മനസ്സിലായോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഇവിടുന്ന് നീ കടന്നുകൂടിയാലും നീ എവിടെ ചെന്നാലും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ സ്വഭാവം അതാണ് എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഏതായാലും ഇവിടെ വരുന്ന പെൺകുട്ടികളുടെ ആത്മവിശ്വാസം ഇതുപോലെ തല്ലിക്കെടുത്തുന്ന സാറിൻ്റെ ഈ സ്വഭാവം സാറൊന്ന് മനം മാറ്റി വെക്കരുത്, നല്ലതാണ്, അല്ലെങ്കിൽ ഇനിയും പണി കിട്ടുമെന്ന് പറയും. എന്നിട്ട് ഒരു ചിരിയോടെ നന്ദു ഇങ്ങോട്ട് പോരുവാണ് കേട്ടോ. അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ അങ്ങ് നടന്നു പോവുകയാണ് അയാളെ. ഇനിയിപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ദേവയാനിയും കൂടെ ഇങ്ങനെ വീട് മൊത്തം അലങ്കരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുകളിൽ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഉള്ള അലങ്കാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അന്നേരം അങ്ങോട്ട് അനി ഇറങ്ങി വരും. അന്നേരം അനിയോട് കൂടെ ഒന്ന് കൂടാൻ പറയും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവന് 3 ബ്രാഞ്ചാണ് ആദർശം നോക്കാനായിട്ട് കൊടുത്തേക്കുന്നത്, അവിടേക്ക് അവന് നേരാവണ്ണം പോകുന്നു പോലുമില്ല. ഇങ്ങനെയാണെങ്കിൽ നിന്നെ അവിടെ നിന്ന് മാറ്റും കേട്ടോ എന്ന് പറയുമ്പോൾ, അവിടെ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ല കഴിവുള്ള മാനേജർമാരാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയി വെറുതെ ഈച്ചയാട്ടി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പോകാത്തത് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരും. എന്നിട്ട് മുത്തശ്ശൻ വരുമ്പോഴേക്കും, വീട് നല്ല സ്റ്റൈലനാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, വലിയ ഹാളല്ലേ അച്ഛാ, വലുതായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ എന്നെങ്കിലും തോന്നുള്ളൂ എന്ന് ദേവേനി പറയുന്നുണ്ട്. അന്നേരമാണ് മുത്തശ്ശൻ നയനോട് പറയുന്നത്, മോളുടെ അനിയത്തിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓഫീസറെ അവിടുന്ന് മാറ്റിട്ടോ, ഇനി വേറെ ഒരാളാണ് വരുന്നത്, അയാൾ നന്ദുമോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, നല്ല മിടുക്കിയായിട്ട് അവൾ ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയും. ഭയങ്കര സന്തോഷമായിട്ടോ നയനയ്ക്ക്. നയന താങ്ക്സ് ഒക്കെ പറയും. അന്നേരം താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നീതി കിട്ടേണ്ടത് നന്ദുമോളുടെ ഒരു ആവശ്യമായിരുന്നു, അവൾ ഒരു നല്ല പോലീസ് ഓഫീസർ ആകേണ്ട പെൺകുട്ടിയാണ്, അതിനുള്ള കഴിവ് അവൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് അവിടുന്ന് അനി താങ്ക്സ് പറയാം കേട്ടോ. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, നീ എന്തിനാ താങ്ക്സ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണല്ലോ മുത്തശ്ശൻ ചെയ്തത്, അതുകൊണ്ടാണെന്ന് പറയും. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമിക നന്ദുമോളുടെ ശത്രുവാകാനുള്ള ഒരേ ഒരു കാരണം നീയാണ്. ഒരു പെണ്ണ് സഹിക്കില്ല ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നീയാ. ഇനി നന്ദു പോലീസ് ഓഫീസർ ആയിട്ട് വന്നാലും അവൾക്ക് ജോലിയിൽ ഉണ്ടാകുന്ന ഏക തടസ്സം നീയായിരിക്കും, ആ ഒരു തടസ്സമായിട്ട് നീ നിന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഉപദേശിച്ചിട്ട് മുത്തശ്ശൻ അങ്ങ് കയറി പോവാണ് കേട്ടോ. ആ ഉപദേശിക്കുന്ന സമയം ആ മുഖം ഒന്ന് പതിയെ അങ്ങ് മങ്ങും. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോയി കഴിയുമ്പോൾ ദേവയാനി അനിയനോട് പറയും, അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, ഇനി മര്യാദയ്ക്ക് അതൊക്കെ അനുസരിച്ചോണം എന്ന് പറയുമ്പോൾ, അതൊക്കെ അനുസരിച്ചോളാം, ഏതായാലും എനിക്ക് സന്തോഷമായി, നന്ദുവിന് ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, അവളൊരു പോലീസ് ഓഫീസർ ആവുമല്ലോ, അതറിഞ്ഞാൽ മതി എനിക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അന്നേരം ദേവയാനി നയനയോട് പറയുന്നുണ്ട്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അവൻ്റെ തലയിൽ ഒന്നും കയറില്ല എന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.